വിശുദ്ധ ബൈബിളിൽ സ്നാനം നടന്ന തെളിവുകൾ വ്യക്തമാക്കട്ടെ. ഒന്ന്, സ്നാനം ആദ്യം നടന്നത് അപ്പോസ്തല പ്രവൃത്തി 2:38 പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. യഹൂദന്മാർ ആദ്യം അവിടെ സ്നാനമേൽക്കുന്നു. രണ്ടാമത്തെ സ്നാനം അപ്പോസ്തല പ്രവൃത്തി 8:16 ശമര്യക്കാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു എന്ന് അവിടെ വ്യക്തമാക്കുന്നു. മൂന്നാമത്തെ സ്നാനം അപ്പോസ്തല പ്രവൃത്തി 8:38 എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനായിരിക്കുന്ന ഷണ്ണൻ അവിടെ സ്നാനപ്പെട്ടതായിട്ട് കാണുവാൻ കഴിയുന്നു. അവിടെ നാമം പറഞ്ഞിട്ടില്ല, എന്നാൽ ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെട്ടതെന്ന് വ്യക്തമായി തെളിവ് തരുന്ന തിരുവചനങ്ങളുണ്ട്. കാരണം ശമര്യയിൽ സ്നാനപ്പെടുത്തിയ പീലിപ്പോസ് തന്നെയാണ് ഇവിടെ ഈ ഷണ്ണനെയും സ്നാനപ്പെടുത്തിയത്. അപ്പോൾ പീലിപ്പോസ്, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാർ, അവരൊരിക്കലും എങ്ങനെയുള്ളവരല്ല, അവസരവാദികളല്ല. ഒരിടത്ത് മറ്റൊരു സ്നാനവും മറ്റൊരിടത്ത് വേറൊരു സ്നാനവും നടത്തുന്ന വേറൊരു ഉപദേശത്തിൻ്റെ വാക്താക്കളല്ലായിരുന്നു, വേറൊരു ചിന്തയുടെ വാക്താക്കളല്ലായിരുന്നു ആര്? അപ്പോസ്തലന്മാർ. അതുകൊണ്ട് ശമര്യയിൽ സ്നാനപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ആ ഫിലിപ്പോസ് തന്നെ ഷണ്ണനെ സ്നാനപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ഈ ഫിലിപ്പോസ് യേശു ക്രിസ്തുവിൻ്റെ നാമക്കാരനാണെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ കാണുവാൻ യേശുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസ് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അടുത്ത സ്നാനം അപ്പോസ്തല പ്രവൃത്തി 9:18 അവൻ എഴുന്നേറ്റു സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഇത് ശൗലിൻ്റെ സ്നാനമാണ്. ആ ശൗല് സ്നാനപ്പെട്ട തെളിവ് വീണ്ടും നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 22:16 വായിക്കുമ്പോൾ ശൗല് സ്നാനപ്പെട്ടത് കർത്താവായ യേശുവിൻ്റെ നാമത്തിലാണെന്ന് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു സ്നാനം നിങ്ങൾ ശ്രദ്ധിച്ചാലും അവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 10:48 ജാതികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു എന്നവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ആരും എഴുന്നേൽക്കരുത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അനീതിക്കും അഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം തന്നെ അപ്പോസ്തല പ്രവൃത്തി 16:33 കാരാഗര പ്രമാണിയും കുടുംബവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവ് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 19 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഫെസോസിലെ വിശ്വാസികൾ രണ്ടാമത് സത്യസ്നാനം അല്ലെങ്കിൽ രണ്ടാമത് ക്രൈസ്തവ സ്നാനം സ്വീകരിച്ചു. അവർ യോഹന്നാന്റെ കൈക്ക് സ്നാനമേറ്റവരായിരുന്നു. എന്നാൽ അവർ ക്രൈസ്തവ സ്നാനം രണ്ടാമത് അവർ സ്വീകരിച്ചപ്പോഴാണ് സ്നാനം ഒന്നേയൊന്നുള്ള ആ വ്യക്തമായിട്ടുള്ള സ്നാനം ഒന്നേയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമായിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കാത്ത കാലത്തോളം ഒരു വ്യക്തി സ്നാനപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുത എൻ്റെ സ്നേഹിതരെ നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ റോമർ 6:3-8 വായിക്കുമ്പോൾ അവിടെ റോമാ വിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് റോമാ വിശ്വാസികൾ സ്നാനമേറ്റത്. അതുപോലെ തന്നെ വീണ്ടും കൊരിന്ത്യ വിശ്വാസികൾ സ്നാനമേറ്റ തെളിവ് 1 കൊരിന്ത്യർ 1:12 വ്യക്തമായിട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, കേഫാവിൻ്റെ പക്ഷക്കാരൻ, അങ്ങനെ ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? അല്ല, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മരിച്ചുവോ? പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കൊരിന്ത്യ വിശ്വാസികളെ, നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചു, അവൻ്റെ നാമത്തിലല്ലേ നിങ്ങൾ സ്നാനമേറ്റത് എന്ന് വ്യക്തമായി വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമാക്കുന്നു. അതിനുശേഷമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗലാത്യർ 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കും നിങ്ങൾ. ആ ഗലാത്യ വിശ്വാസികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. എഫേസ്യർ 5:20 വായിക്കുമ്പോൾ എഫേസ്യ വിശ്വാസികൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവ് വ്യക്തമായി
വ്യക്തമാക്കുകയാ ഒന്നുകൂടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ലേഖനം നോക്കുമ്പോൾ ഫിലിപ്പിയർ 3:17 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, ഫിലിപ്പിയ വിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവ് അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. കൊലോസ്യർ 2:12 വായിക്കുമ്പോൾ അവിടെ കൊലോസ്യർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവ് അവിടെ കാണുവാൻ കഴിയുന്നു. ഒരു തെളിവും കൂടെ, കൊലോസ്യർ 3:17 വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുവാൻ അവിടെ പറയുകയാണ്. മറ്റൊരു തെളിവ് 1 തെസ്സലോനി 2:13-14 വാക്യം വായിക്കുമ്പോൾ അവർ പ്രസംഗിച്ച വചനം അനുസരിച്ചവര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരായിരുന്നു. 2:14 വായിക്കുമ്പോൾ സഹോദരന്മാരെ, യഹൂദിയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. POC ബൈബിളിൽ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്, നിങ്ങൾ യഹൂദിയിലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ദൈവസഭയുടെ അംഗമാകുവാൻ വീണ്ടും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.